പശ്ചിമേഷ്യയിലെ US സേനയുടെ സ്ഥാനം സംബന്ധിച്ച് റഷ്യ ഇറാന് രഹസ്യാന്വേഷണ വിവരങ്ങൾ നൽകുന്നുവെന്ന റിപ്പോർട്ട്. ഇറാനുമായി റഷ്യ അമേരിക്കയുടെ നിർണായക സൈനിക രഹസ്യ വിവരങ്ങൾ പങ്കിടുന്നുവെന്ന് അമേരിക്കൻ ഉന്നതർ പറയുന്നു. ഇറാന് കഴിയുന്നുണ്ട് എന്നാണ് അമേരിക്കൻ ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാട്ടുന്നത്. സംഘർഷം ആരംഭിച്ചതിന് പിന്നാലെ തന്നെ ഗൾഫ് മേഖലയിലെ അമേരിക്കൻ സൈനികരുടെ നിലപാടുകളും നീക്കങ്ങളും സംബന്ധിച്ച വിവരങ്ങൾ മോസ്കോ ഇറാനിലേക്ക് കൈമാറിയതായി തെളിവുകൾ സഹിതമുള്ള റിപ്പോർട്ടുകൾ ഉണ്ട് എന്നാണ് പുറത്തുവരുന്ന വിവരം. അമേരിക്കയുടെ സകല പ്രതിരോധ സംവിധാനങ്ങളെയും ആശങ്കയുടെ മുൾമുനയിൽ നിർത്തുന്ന ഈ വിവരങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത് പ്രമുഖ അന്താരാഷ്ട്ര മാധ്യമങ്ങളാണ്. വെള്ളിയാഴ്ച റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയനുമായി ഫോൺ സംഭാഷണം നടത്തിയതിനു ശേഷമാണ് ഈ സംഭവ വികാസം. റഷ്യ ഇറാൻ സഹകരണത്തിലെ വിദഗ്ധയും പാരീസിലെ സെന്റർ ഫോർ ഇന്റർനാഷണൽ സ്റ്റഡീസ് അറ്റ് സയൻസസ് പോയിലെ അസിസ്റ്റന്റ് പ്രൊഫസറുമായ നിക്കോൾ ഗ്രാവജസ്കിയുടെ അഭിപ്രായത്തിൽ ഇറാന്റെ കൈവശം പരിമിതമായ എണ്ണം സൈനികോപഗ്രഹങ്ങൾ മാത്രമേ ഉള്ളൂവെന്ന് പറയപ്പെടുന്നു. എന്നിരുന്നാലും ഇറാനിയൻ വ്യോമാക്രമണങ്ങളുടെ ഫലമായുണ്ടാകുന്ന നാശനഷ്ടങ്ങളുടെ കൂടുതൽ കൃത്യമായ വിലയിരുത്തലിനൊപ്പം US സേനയെക്കുറിച്ചുള്ള വേഗത്തിലും കൃത്യമായ വിവരങ്ങൾ ടെഹ്റാനെ അറിയിക്കുന്നതിന് റഷ്യയ്ക്ക് അതിന്റെ വളരെ വലിയ ഉപഗ്രഹ ശൃംഖലയും മറ്റ് രഹസ്യ അന്വേഷണ സ്രോതസ്സുകളെയും ആശ്രയിക്കാൻ കഴിയുമെന്നും പറയപ്പെടുന്നു. റഷ്യ നൽകിയ വിവരങ്ങൾ ഉപയോഗിച്ച് ഇറാന് അമേരിക്കയുടെ റഡാർ കേന്ദ്രങ്ങൾ, യുദ്ധക്കപ്പലുകൾ, വിമാനങ്ങൾ എന്നിവയെ ലക്ഷ്യമിട്ട് കൂടുതൽ സങ്കീർണമായ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ നടത്താൻ സാധിച്ചുവെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകളിൽ പറയുന്നത്. ഇറാന്റെ സ്വന്തം ഉപഗ്രഹങ്ങൾക്ക് കണ്ടെത്താൻ ബുദ്ധിമുട്ടുള്ള താൽക്കാലിക സൈനിക സൗകര്യങ്ങളും ഇതിലൂടെ ഇറാൻ സേനയ്ക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അതിൽ കുവൈറ്റിലെ ഒരു സൈനിക കേന്ദ്രത്തിൽ നടന്ന ആക്രമണത്തിൽ 6 അമേരിക്കൻ സൈനികർ കൊല്ലപ്പെട്ടതായും റിപ്പോർട്ടിൽ പറയുന്നു. അമേരിക്കൻ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് പ്രമുഖ അമേരിക്കൻ മാധ്യമമായ ദി വാഷിംഗ്ടൺ പോസ്റ്റ് പ്രസിദ്ധീകരിച്ച റിപ്പോർട്ട് പ്രകാരം ഈ നീക്കം വർദ്ധിച്ചുവരുന്ന സംഘർഷത്തിൽ റഷ്യയുടെ നേരിട്ടുള്ള പങ്കാളിത്തത്തിന്റെ ആദ്യ സൂചനയാണ് വിലയിരുത്തിയിരിക്കുന്നത്. ഒരു ഉന്നത അമേരിക്കൻ ഉദ്യോഗസ്ഥൻ ഇത് വ്യാപകമായ രഹസ്യവിവര സഹകരണ ശ്രമമെന്നാണ് വിശേഷിപ്പിച്ചത്. വിദഗ്ധരുടെ അഭിപ്രായത്തിൽ റഷ്യയുടെ ഉപഗ്രഹ നിരീക്ഷണ ശേഷിയാണ് ഇറാനെ സഹായിക്കുന്ന പ്രധാന ഘടകമെന്ന് ഊന്നിപ്പറയുന്നുണ്ട്. റഷ്യയുടെ ഏകദേശം 110 സൈനിക ഉപഗ്രഹങ്ങൾ പ്രവർത്തനക്ഷമമായിരിക്കുമ്പോൾ ഇറാൻ ഏകദേശം 13 ഉപഗ്രഹങ്ങൾ മാത്രമാണുള്ളത്. അതിൽ ചിലത് ഇസ്ലാമിക റവല്യൂഷണറി ഗാർഡ്സ് കോർപ്സിയുടെ നിയന്ത്രണത്തിലുള്ളതാണ്. ഈ ഉപഗ്രഹങ്ങൾ ഉപയോഗിച്ച വിമാനത്താവളങ്ങൾ, സൈനിക താവളങ്ങൾ, നാവിക നീക്കങ്ങൾ എന്നിവ കണ്ടെത്താൻ സാധിക്കും. ഉദാഹരണമായി അമേരിക്കയുടെ വിമാനവാഹിനി കപ്പലായ യൂസ് ജെറാൾഡ് ആർ ഫോർഡിന്റെ നീക്കങ്ങൾ പോലും ഇറാന് നിഷ്പ്രയാസം നിരീക്ഷിക്കാനാകും. വിദഗ്ധർ പറയുന്നതനുസരിച്ച് റഷ്യ ഇറാനെ അമേരിക്കയുടെ രഹസ്യവിവര ശേഖരണ കേന്ദ്രങ്ങളുടെ സ്ഥാനം കണ്ടെത്താനും മറ്റും തീർച്ചയായും സഹായിച്ചിട്ടുണ്ട് എന്നത് തന്നെയാണ്. ഇതിലൂടെ ഇനി ഇറാൻ കൂടുതൽ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾ നടത്താൻ സാധ്യതയേറെയാണ്. കൂടാതെ അമേരിക്കൻ സൈനിക ആശയവിനിമയങ്ങൾ നിരീക്ഷിച്ച് അവരുടെ സൈനിക വിന്യാസങ്ങൾ മനസ്സിലാക്കാനും ഇതുവഴി ഇറാന് സാധിക്കും. അമേരിക്കൻ സെൻട്രൽ കമാൻഡ് അടുത്തിടെ ഇറാന്റെ സൈനിക സ്പേസ് അടിസ്ഥാന സൗകര്യങ്ങളെ ലക്ഷ്യമിട്ട് ആക്രമണം നടത്തിയതായി അറിയിച്ചിരുന്നു. മേഖലയുടെ കമാൻഡറായ ബ്രാഡ് കോപ്പറുടെ വാക്കുകൾ പ്രകാരം ഇറാന്റെ സ്പേസ് ശേഷി കുറയ്ക്കാനും അമേരിക്കൻ സൈനികരെ ഭീഷണിപ്പെടുത്താനുമുള്ള ശേഷി തകർക്കാനുമാണ് ഈ ആക്രമണങ്ങൾ നടത്തിയത് എന്നാണ് അദ്ദേഹം പറഞ്ഞിരുന്നത്. എന്നാൽ ചില വിദഗ്ധർ പറയുന്നത് ഇറാന്റെ സ്പേസ് സാങ്കേതിക ശേഷി വളരെ പരിമിതമാണെന്നാണ്. അവരുടെ ശക്തി പ്രധാനമായും ഇലക്ട്രോണിക് യുദ്ധതന്ത്രങ്ങളിൽ, പ്രത്യേകിച്ച് ഉപഗ്രഹ സിഗ്നലുകൾ ജാം ചെയ്യുന്നതിലും വ്യാജ സിഗ്നൽ നൽകുന്നതിലുമാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ഇവിടെയാണ് റഷ്യൻ സഹായം ഇറാന് ഗുണം ചെയ്തിരിക്കുന്നത്. അതിനിടെ ഇറാനിൽ ആക്രമണം തുടരുന്ന പശ്ചാത്തലത്തിൽ പൗരന്മാരെ ഒഴിപ്പിക്കാനുള്ള നീക്കവുമായി ഇന്ത്യ. ഏകദേശം 9,000 ഇന്ത്യൻ പൗരന്മാരാണ് ഇറാനിൽ കുടുങ്ങിക്കിടക്കുന്നത്. ഇവരിൽ ഭൂരിഭാഗവും വിദ്യാർത്ഥികളാണ്. ടെഹ്റാൻ, ഖോം എന്നീ 2 ഇറാനിയൻ നഗരങ്ങളിലാണ് ഇവർ കഴിയുന്നത്. ഇവരെ എത്രയും പെട്ടെന്ന് നാട്ടിലെത്തിക്കാനുള്ള ശ്രമം തുടങ്ങുകയാണ്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.